ഇന്നത്തെ പരിപാടി എന്താണെന്നറിയോ? ഇന്നത്തെ നമ്മുടെ കറി മാങ്ങാക്കറിയാണ്. നോയമ്പിൽ 4ാമത്തെ ആഴ്ചയൊക്കെ പിന്നിട്ടു. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇന്നത്തെ കറി നമുക്കൊരു പച്ച മാങ്ങാക്കറി. പച്ചമാങ്ങ ഇല്ലെങ്കിൽ ഇച്ചിരി ചെനച്ച മാങ്ങയാണെങ്കിലും നല്ലതാണ് എന്ന് പറഞ്ഞാൽ പഴുത്ത് തുടങ്ങുന്ന ഒരു മാങ്ങ. അപ്പം എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, വായോ. ആദ്യം തന്നെ നമുക്ക് മാങ്ങയൊക്കെ തൊലി ചെത്തി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ വേണ്ടുന്നത് നമുക്ക് ഒരു സവാള, ചെറിയൊരു സവാള, കുറച്ച് കറിവേപ്പില, എരിവിന് ആവശ്യത്തിന് പച്ചമുളക്, പിന്നെ അരപ്പിന് വേണ്ടുന്നത് തേങ്ങ, മഞ്ഞൾപ്പൊടി, ഇച്ചിരി ചെറിയ ജീരകം, 2 ചെറിയ ഉള്ളി, ഒരല്ലി വെളുത്തുള്ളി നന്നായിട്ട് അരച്ചെടുക്കുകയും വേണം കേട്ടോ. പിന്നെ കടുക് താളിക്കാൻ ഇച്ചിരി ഉലുവ, കടുക്, 2 വറ്റൽമുളക് ഒക്കെ മതി. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതൊന്ന് ചെത്തി അരിഞ്ഞെടുക്കാം. മാങ്ങയൊക്കെ നമുക്ക് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുക്കാം. കേട്ടോ, നല്ലപോലെ ചെനച്ച മാങ്ങയാണ് കേട്ടോ. പുളി കുറവുള്ള പച്ച മാങ്ങയിലും ചെയ്യാം കേട്ടോ. ഇതുപോലത്തെ കറി നല്ല രസമായിരിക്കും. മാങ്ങയൊക്കെ അരിഞ്ഞെടുത്തു. ഇങ്ങനെ വെറുതെ ഇങ്ങനെ അരിഞ്ഞാൽ മതി, അത് വെന്ത് വെക്കോളും. ഇതാ ഒരു സവാളയാണ്, അതിട്ടു. ആവശ്യത്തിന് പച്ചമുളക്, ഞാനൊരു 3-4 പച്ചമുളക് എടുത്തേ, മുറിച്ചിട്ടതാണ്. എരിവ് ഇതിന് തീരെ ഇല്ലാത്ത. കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പിട്ട് കൊടുക്കണേ. ആവശ്യത്തിന് വെള്ളം, വേകാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. സ്റ്റൗവൊക്കെ ഓൺ ചെയ്ത് മൂടി വെച്ച് അങ്ങ് വേവിച്ചെടുക്കാം. നമ്മുടെ ഈ തേങ്ങയിലെ മിക്സിലെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണേ. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് നല്ല പോലെ അരച്ചെടുത്തിട്ട് വരാം. നമ്മുടെ കറി ഒന്ന് തുറന്നു നോക്കണ്ടേ. മാങ്ങയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ. ഇനി നമ്മുടെ അരപ്പ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇതാ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പാണേ. ലേശം വെള്ളവും കൂടി ഒഴിക്കാം. ഉപ്പൊക്കെ ഒന്ന് നോക്കണേ. അപ്പം അടിപൊളി കറിയാണ് കേട്ടോ. ഒരു പിഞ്ച് ഉപ്പും കൂടെ ആവാം. ചോറിനകത്ത് കൂട്ടേണ്ടത് കൊണ്ടേ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ആവാം. ഇതൊന്ന് ചൂടാകുന്ന സമയത്ത് ഇച്ചിരി എണ്ണ, കടുക് താളിക്കണ്ടേ. പാൻ ചൂടായപ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തു. 2 മണി ഉലുവ ഇട്ട് കൊടുത്തേ, അതൊരു ടേസ്റ്റാണ് കേട്ടോ. ഉലുവ മൂത്തപ്പം കുറച്ച് കടുക് ഇട്ട് കൊടുത്തു. അതിലേക്ക് നമ്മൾ വറ്റൽമുളക് ഇട്ടു, കുറച്ച് കറിവേപ്പില ഇട്ടു, ഒരു ലേശം മുളക് പൊടിയേ. അതൊരു ഭംഗിയാണ് ഇങ്ങനെ ഒഴിക്കുമ്പോൾ. കണ്ട, നമ്മുടെ ഒരു അടിപൊളി മാങ്ങാക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പച്ച മാങ്ങയിലും ഉണ്ടാക്കാം, ചെനച്ച മാങ്ങയിലും ഉണ്ടാക്കാം. പച്ചമാങ്ങയാണെങ്കിൽ പുളി കുറഞ്ഞായിരിക്കണം. സൂപ്പർ കറിയാണ്. ചോറുണ്ണാൻ ഇത് മാത്രം മതി. ഒരു പപ്പടവും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളി. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. എന്നിട്ട് അഭിപ്രായം പറയണേ. നിങ്ങളൊക്കെ ഉണ്ടാക്കുന്നതാണെങ്കിൽ അതും ഒന്ന് പറയണം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ.